മാമലക്കണ്ടത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. നാട് നിറച്ച ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു റൈഡ് റിയലി സൂപ്പർ. ഇന്നിപ്പോൾ നിലവിൽ ഡ്യൂക്ക് 200 വന്ന് ആനയൊക്കെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണ് കേട്ടത്. അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ ഗൈസ്. എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം എക്സ്ട്രീം കയറ്റം. സോ ഇതാണ് ഒരു വണ്ടി, ഹോർനെറ്റ്. അതുപോലെ പുറകിലൊരു NS ഉണ്ട്, അതിന് പുറകെ നമ്മുടെ അപ്പാച്ചെ RTR 200. ആനയുടെ സൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആന അലറിയതാവാനാണ് സാധ്യത കൂടുതൽ. എല്ലാം 200cc ആണ്. നേച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരാം. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. ഇവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. വാവ്. സോ ഗൈസ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഓ, ഈ കാട് നിറച്ച് ഫോറസ്റ്റ് ആണല്ലോ. സോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. ഇവിടെ നേരത്തെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നായിരുന്നു തോന്നുന്നല്ലോ. കാടിന്റെ ഉള്ളില് ഇറ്റ്സ് റിയലി അമേസിങ്. ഉണ്ടെന്ന് ഇന്നാണ് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായത്. സംഭവം കൊള്ളാം. എന്തായാലും നല്ല സെറ്റ് സ്ഥലം. ഇതെന്താണ് പ്ലാസ്റ്റിക്കിന്റെ അഭിഷേകമോ? ഇതൊക്കെ ഒരു ഓഫ് റോഡാണ് എൻ്റെ ഗോപു. വട എടാ നിർത്തണ്ട, പൊക്കോട്ടെ. നമ്മൾ വേണ്ട ലാസ്റ്റ് ടൈം വന്ന വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ അടിമാലിയിൽ മഴ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കാണാൻ സാധ്യത കുറവ്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പണിയായി ഫുള്ള് മഴ. ഇവിടെ ഒരു ബൈക്കുണ്ട്. സോ നമ്മൾ കണ്ട രാവിലെ ഇവിടെ വരെ വന്നതാണ്. സോ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ ഫുള്ള് കോട ഇറങ്ങിയാൽ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നല്ല വെള്ളമായി ഫുള്ള് കോട ഇറങ്ങി. അന്ന് മോള് വരെ കാണാനേ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം വഴിയുടെ പണിയൊക്കെ നടക്കും കേട്ടോ. ബട്ട് മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എന്തായാലും നിലവിൽ മൂന്നാർ സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിസ്കി. ഉരുൾപൊട്ടലിനും ഒക്കെ ചാൻസസ് ഉണ്ട്.